എന്തായാലും ഒത്തൊരുമിച്ച് ഒരു 100 ദിവസം വലിയ ടാസ്ക് തന്നെ. 100 ദിവസം ഒരു 5 ദിവസമൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയാം. ഓക്കെ, അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. നമ്മൾ കഷ്ടിച്ച് ഒരാഴ്ച നിന്നെന്ന് വെച്ച് 2 ആഴ്ച നിന്ന് നമുക്ക് ക്യാമറയാണ്, നമ്മുടെ സ്വഭാവം ഹൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പരിപാടിയൊന്നുമില്ല, ഈ ഹൈഡിങ് ഇല്ല എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിന് വേറൊരർത്ഥമില്ല. ഇപ്പം ഇത് പറയുന്ന രേണു ചേച്ചി തന്നെ എങ്ങനെ ഹൈഡ് ചെയ്യുന്നില്ല എന്നെന്താ അത്ര? അതല്ല, ഇപ്പം ഇത് പറയുന്ന രേണു ചേച്ചി തന്നെ എങ്ങനെ ഹൈഡ് ചെയ്യുന്നില്ല എന്നെന്താ അത്ര? ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. എല്ലാരും എക്സാക്ട്ലി ഇങ്ങനല്ല. സത്യമാണോ ഈ പറയുന്നത്? സത്യം എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? പക്ഷെ 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോ അത് നമ്മുടെ പിടിവിടും. ഞാനിങ്ങനെ പിന്നെ ബുദ്ധിയും ശക്തിയുള്ളവരായിരിക്കണം എന്റെ ഇരകൾ. ഞാൻ വന്നത്, പക്ഷെ എനിക്കത് പറ്റും. ചേച്ചിക്ക് അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണിത്. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്നുരുളുക, അതേ രക്ഷയുള്ളൂ. ഞാൻ വന്നത്, പക്ഷെ എനിക്കത് പറ്റും. ചേച്ചിക്ക് അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണിത്. പക്ഷെ അത് നടക്കും. രേണുസുതി എന്താണെന്ന് റിയൽ രേണുസുതി എന്താണെന്ന് ആൾക്കാർക്ക് കണ്ടോണ്ടിരിക്കുമല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഒന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.